അയ്യപ്പൻ വിളക്കിൽ ജനങ്ങളെ എത്തിക്കാൻ പാൽക്കുളങ്ങരയിൽ നടത്തിയ ആ പരിപാടിയുടെ സംക്ഷിപ്തം ഒന്ന് കേൾക്കുക. നൂറുകണക്കിന് വീടുകളിലേക്ക് അയ്യപ്പ ഭക്തന്മാർ കയറി ചെന്നപ്പോൾ അവരെത്ര പേര് വരും വരില്ല എന്നുള്ളതിനെക്കുറിച്ച് സംശയം തോന്നിയപ്പോൾ കൂട്ടത്തിലുള്ള പ്രവർത്തകർ ചെറിയ എള്ളുകിഴി ഉണ്ടാക്കി ഓരോ വീട്ടിലും ചെന്ന് എത്ര പേര് വരും, എത്ര എള്ളുകിഴി വേണം എന്ന് അന്വേഷിക്കുകയും വരുന്നവരുടെ പേരും ഡീറ്റെയിൽസും വാങ്ങിക്കുകയും ചെയ്തു. അപ്പം തന്നെ എണ്ണം കൃത്യം പറഞ്ഞ് എള്ളുകിഴി വാങ്ങിച്ച് അതും കൈകൊണ്ട് സ്വീകരിക്കാതെ പൂജാമുറിയിൽ വെച്ച് സ്വീകരിച്ച് അതുമായിട്ട് അടുത്ത ദിവസം ഡിസംബർ 26-ാം തീയതി അയ്യപ്പ ജ്യോതി കത്തിക്കാൻ വന്നവരുടെ എണ്ണം 350 പേരെ പ്രതീക്ഷിച്ച സ്ഥലത്ത് 600-ൽ പരം വ്യക്തികൾ വരികയും ചെയ്തു. ഇങ്ങനെ ആയിരിക്കണം പ്രവർത്തനം. എത്ര പേര് വന്നു എന്നുള്ളത് ഏകദേശം 500, ഏകദേശം 1000 എന്നുള്ളതല്ല, കൃത്യം 671 എന്ന് പറയാൻ സാധിക്കുന്ന വിധത്തിൽ വസ്തുതാപരമായിട്ട് നേരത്തെ സൂചിപ്പിച്ചൊരു വാക്ക് ടാഞ്ചിബിൾ പാരാമീറ്ററിൽ പറയാൻ സാധിക്കണം. 21,70,000 പേര് കാസർഗോഡ് കൊസങ്ങാടി മുതൽക്ക് നേരെ കന്യാകുമാരിയിലെ ത്രിവേണി സംഗമം വരെ പങ്കെടുത്തു എന്ന് പറയാൻ സാധിച്ചത് ഈ നമ്പർ എടുത്തത് കൊണ്ടാണ്. ഇപ്രകാരം നമ്പർ എടുക്കാനുള്ള ഒരു ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റി ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ നമ്പർ പറയാൻ സാധിച്ചത്. 7 ലക്ഷം പേരെ പ്രതീക്ഷിച്ചു, ഏതാണ്ട് 11 ലക്ഷം വരുമെന്ന് ഉദ്ദേശിച്ചു. അവസാനം അത് 21 ലക്ഷമായി മാറിയത് ഈ രീതിയിലുള്ള ഡിവോട്ടഡ് വർക്ക് കൊണ്ടാണ്. ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അടിസ്ഥാനപരമായിട്ട് വസ്തുതാപരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ അടൂരിലേക്ക് പോകുമ്പോൾ കൂട്ടത്തിലുള്ള സഹപ്രവർത്തകൻ ശ്രീ KR പ്രസാദ് ഇപ്പോൾ പറഞ്ഞതാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. പ്രണാമം.